നിങ്ങൾക്കൊരു നല്ല ഡിസൈനർ ആവണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ സ്റ്റിച്ചിങ്ങിൽ ബിഗിനർ ആണോ? എന്നാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഹായ്, ഹലോ, വീട്ടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജാസ്മിൻ. നമ്മളിങ്ങനെ നേരിട്ട് കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ, ഒരു 3 ആഴ്ചയ്ക്ക് ഞാൻ വീഡിയോസ് ഇട്ടിട്ട്. ദിവാലിയുടെ 2 ആഴ്ച മുന്നേ ഞാൻ വീഡിയോസൊക്കെ സ്റ്റോപ്പ് ചെയ്തതായിരുന്നു കേട്ടോ. സ്റ്റിച്ചിങ് കുറച്ച് അധികം ഉണ്ടായിരുന്നു. പിന്നെ ദിവാലി ടൈം ആയതുകൊണ്ട് ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് ഒഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഫ്രീ ആയത്. അപ്പോൾ ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 3 ആഴ്ച വീഡിയോസ് ഇട്ടില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. വളരെ കുറച്ച് പേരെ ഇങ്ങനെ അന്വേഷിച്ച് വന്നിട്ടുള്ളൂ. ആകെ 1-2 വിരലിലുണ്ടാവുന്ന കമൻസ് മാത്രമേ ഉണ്ടായുള്ളൂ, എവിടെ പോയി വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ചോദിച്ചവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇനി വീഡിയോസ് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഡിസൈനിങ് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വാട്സപ്പിലൊക്കെ ആണെങ്കിലും കോൺടാക്ട് ചെയ്യുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും ചോദിക്കുന്ന കാര്യം ഇതാണ്. സ്റ്റിച്ചിങ് ഒക്കെ എനിക്ക് അറിയാം, പക്ഷേ ഇങ്ങനെ തുടങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട്, അതായത് ചെയ്തു കൊടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ് എല്ലാവരും പറയുന്നത്. ഈവൻ എനിക്കായാലും ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഈ പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിലൂടെ കുറച്ചെങ്കിലും നിങ്ങൾക്കൊരു ധൈര്യം തരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സ്റ്റിച്ചിങ് നമുക്കൊരു ബിസിനസ് ആക്കണം, നമ്മളൊരു ഡിസൈനർ ആവണമെന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യമേ എല്ലാവരും സ്റ്റിച്ചിങ് തുടങ്ങുമ്പോൾ നമ്മൾ ഇതൊരു ബിസിനസ് ആക്കാം, അല്ലെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇങ്ങനെ സെയിൽ ചെയ്യുമെന്നൊന്നും വിചാരിച്ചിട്ടാവില്ല പലരും സ്റ്റിച്ചിങ് പഠിക്കുന്നുണ്ടാവുക. അങ്ങനെ വിചാരിച്ചിറങ്ങുന്നവർ വളരെ ചുരുക്കമാണ്. നമുക്ക് സ്വയം തയ്ക്കാൻ പറ്റണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും പലരും സ്റ്റിച്ചിങ് പഠിക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് നമ്മൾ നന്നായി ഇമ്പ്രൂവ് ആയി വരുമ്പോഴാണ് നമ്മൾ വിചാരിക്കുക, എന്നാൽ പിന്നെ എനിക്കൊരു ബിസിനസ് ആക്കാമല്ലോ, എനിക്കൊരു ബൊട്ടീക്ക് തുടങ്ങാമല്ലോ, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത വരുന്നത് പിന്നീടാണ്. അപ്പം അങ്ങനെയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ബിഗിനർ ആയിരിക്കുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. മെയിനായിട്ട് ഞാൻ പോയിന്റ് പറയുവാണെങ്കിൽ, ഫസ്റ്റ് നമുക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ്. നമ്മൾ സ്റ്റിച്ചിങ് എത്ര തന്നെ ഏത് ചെറുത് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ പോലും നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ആദ്യം. ഇപ്പം നമ്മൾ കുറച്ചൊക്കെ പഠിച്ചു, നമ്മൾ സ്റ്റിച്ചിങ് പഠിച്ചു, അത് കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് ആർക്കെങ്കിലും കൊടുക്കാനുള്ള ഒരു പേടി നമുക്കുണ്ടാവും. ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ചെയ്തു വരുമ്പോൾ തന്നെയാണ് അത് ഇമ്പ്രൂവ് ആവുള്ളൂ. അല്ലാതെ ആരും പെർഫെക്റ്റ് ആവില്ല. ഇപ്പം നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ആരും പഠിക്കുന്നില്ല. ഇപ്പോൾ യേശുദാസ് സാറിനോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ പുള്ളി ഇപ്പോഴും പറയുന്നത് ഞാൻ സംഗീതം മുഴുവനായിട്ടും പഠിച്ചു കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ യേശുദാസ് സാറിനായിട്ട് ഞാൻ കമ്പയർ ചെയ്യില്ല കേട്ടോ. എന്നാലും പറയാണ്, നമ്മൾ ഒരു കാര്യം മുഴുവനായിട്ടും പഠിച്ചിട്ട് നമുക്ക് ഒന്നിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞാനൊക്കെ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്തത് ഞാൻ ഫ്രോക്ക് മാത്രമാണ് തയ്ച്ച് പഠിച്ചത്. എന്നിട്ട് പോലും ഞാൻ കുർത്തി തയ്ച്ച് നോക്കാതെ തന്നെ ഒരാൾക്ക് സ്ലിറ്റുള്ള കുർത്തി, ഞാൻ അങ്ങനെ സ്ലിറ്റുള്ള കുർത്തി ചുരിദാർ സെറ്റൊന്നും ഞാൻ തയ്ക്കാറില്ല. എന്നിട്ട് പോലും ഞാൻ ഫ്രോക്ക് മാത്രം തയ്ച്ച് പഠിച്ച് ഞാനാണ് സ്ലിറ്റുള്ള കുർത്തി ഞാൻ ആദ്യമായിട്ട് ചെയ്തു കൊടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ പേടി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് ആദ്യം എടുത്ത് മാറ്റുക. നമ്മൾ ചെയ്ത് തന്നെയാണ് നമ്മൾ പഠിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ആദ്യമായിട്ടൊരു തുണി തയ്ക്കാൻ പറഞ്ഞിട്ട് നമുക്ക് തന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ഒരാൾക്ക് ചെയ്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് കട്ട് ചെയ്യാൻ സമയത്ത്, അയ്യോ ഈ മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കുമോ, ഞാനിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തുണി വേസ്റ്റായി പോവോ, അവരെന്നെ വഴക്ക് പറയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചിട്ടായിരിക്കും അത് തുടങ്ങുന്നുണ്ടാവുക. അപ്പോൾ ആ കട്ടിങ്ങിൽ തന്നെ നമ്മുടെ മെഷർമെൻ്റ് എല്ലാം നമ്മൾ കുറച്ചൊക്കെ കൂട്ടിയായിരിക്കും എടുക്കുക. തെറ്റിപ്പോവണ്ടെന്ന് വിചാരിച്ചിട്ട് കൂട്ടിയായിരിക്കും എടുക്കുന്നുണ്ടാവുക. അത് നമ്മൾ തയ്ച്ച് വരുമ്പോൾ മൊത്തത്തിൽ ലൂസോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ടൈറ്റോ മൊത്തത്തിൽ പ്രശ്നമായിരിക്കും. അപ്പോൾ ആദ്യമേ നമ്മൾ അങ്ങനെ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് നമുക്ക് പറ്റും. നമുക്ക് ആ കോൺഫിഡൻസ് നമ്മൾ തന്നെ, നമുക്കിപ്പോൾ ഒരു തുണി നമ്മൾ ആദ്യമായിട്ട് മേടിക്കുകയാണെങ്കിൽ ഇത് ഞാൻ കറക്റ്റായിട്ട് ചെയ്യും എന്നുള്ള കോൺഫിഡൻസോട് കൂടി തന്നെ നമ്മൾ ആദ്യത്തെ ഡ്രസ്സ് ചെയ്യാൻ നോക്കുക. അപ്പം തന്നെ നമ്മുടെ ഒരു 90% നമ്മൾ വിജയിച്ചു. പിന്നെയുള്ള ഒരു 10% അല്ലേ. എപ്പോഴും നമ്മളിങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മളെപ്പോഴും ചെയ്യുന്നത് ശരിയാവും എന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവാം. ഇതിപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യമല്ല, നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും നമ്മൾ കോൺഫിഡൻസോട് കൂടി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് ഉണ്ടാവുക എന്നുള്ളതാണ് കേട്ടോ. അതുണ്ടെങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ വരും. അപ്പോൾ സ്റ്റിച്ചിങ്ങിൽ ഇനി രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ഞാൻ പറയുന്നത് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ക്വാളിറ്റി നോക്കേണ്ടി വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, പലതരത്തിൽ സ്റ്റിച്ചിങ് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ മെറ്റീരിയൽ എടുത്ത് വന്നിട്ട് ഇഷ്ടത്തിനുള്ള ഡിസൈൻ ചെയ്തു കൊടുക്കുന്നവരുണ്ട്. അതല്ല കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ എടുത്തിട്ട് മെറ്റീരിയൽ വാങ്ങി തയ്ക്കുന്നവരുണ്ട്. അതല്ലാതെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ വാങ്ങിയിട്ട് അവർ പറയുന്ന ഡിസൈനിൽ ചെയ്തു കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിൽ സ്റ്റിച്ചിങ് ചെയ്യുന്നവരുണ്ട്. വീട്ടിലിരുന്നിട്ടായാലും ഷോപ്പുള്ളവരായാലും പലതരത്തിൽ ചെയ്തു കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ക്വാളിറ്റി
മെറ്റീരിയലിൽ ശ്രദ്ധിക്കേണ്ടി വരുന്നത് നമ്മൾ സ്വയം മെറ്റീരിയൽ എടുത്ത് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ വാങ്ങിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം അവർ കൊണ്ടുതരുന്ന മെറ്റീരിയലാണ്. പിന്നെ അതിൻ്റെ ലൈനിങ്ങിൻ്റെ കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ലൈനിങ്ങിൻ്റെ തുണി ആയാലും നമ്മൾ നല്ല മെറ്റീരിയൽ എടുക്കുക. ഇപ്പോൾ ചെറിയ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ലൈനിങ് ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ അടിയിൽ, ഇപ്പോൾ കുർത്തിയാണ് തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ സ്ലിറ്റിൻ്റെ അടിയിൽ വരുന്ന ആ ഭാഗം ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരും, കോട്ടൺ ഒക്കെ ആണെങ്കിൽ. അപ്പോൾ അത് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് നോക്കി എടുക്കുക. അതുപോലെ തന്നെ മെയിൻ ഫാബ്രിക് ആണെങ്കിലും ഒട്ടും കളർ പോവാത്ത നല്ല വില കുറഞ്ഞ മെറ്റീരിയലൊക്കെ നമുക്ക് കിട്ടാനുണ്ട്. കോട്ടണിലായാലും സിൽക്ക് ആയാലും വില കുറഞ്ഞ മെറ്റീരിയൽ നമുക്ക് കിട്ടും. അത് തയ്ച്ചു കൊടുത്താൽ നമുക്ക് ലാഭം തന്നെയാണ്. പക്ഷേ നമ്മുടെ കസ്റ്റമർ പിന്നെ ഒരു ഡ്രസ്സ് കൊടുത്തിട്ട് രണ്ടാമത് നമ്മുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെ ആയിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ട്രെൻഡി ആയിട്ടുള്ള ഡിസൈൻസ് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ഒക്കെ എല്ലാവരും നൈറ്റി അല്ലെങ്കിൽ നോർമൽ കുർത്തീസ് അതൊക്കെ ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. അപ്പം നോർമൽ കുർത്തീസിൽ വരെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ നെക്കിലായാലും സ്ലീവിൻ്റെ ഡിസൈൻ ആയാലും ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കുക. അതിൻ്റെയൊക്കെ പേരുകൾ തന്നെ ആദ്യം പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. പുതിയ പുതിയ ട്രെൻഡ് വരുന്നതിൻ്റെ പേരുകൾ പലർക്കും അറിയില്ല. ഇപ്പോൾ നമ്മൾ സ്ലീവൊക്കെ കസ്റ്റമേഴ്സ് വന്നിട്ട് നമുക്ക് ഈ അംബ്രല സ്ലീവ് പോലത്തെ സ്ലീവ് വേണമെന്ന് പറയുമ്പോൾ അംബ്രല കട്ടിങ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. ശരിക്കും ഫ്ലട്ടർ സ്ലീവ്, അംബ്രല സ്ലീവ് എന്നൊക്കെ പറയുന്നത് വേറെ വേറെ ഡിസൈൻസ് ആണ്. ഇപ്പോൾ എല്ലാവരും അംബ്രല സ്ലീവ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഫ്ലട്ടർ സ്ലീവ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്ലട്ടർ സ്ലീവിൻ്റെ കട്ടിങ്ങും അംബ്രല സ്ലീവിൻ്റെ കട്ടിങ്ങും വേറെ വേറെയാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം പഠിക്കുക എന്നുള്ളതാണ്. പേരെന്താണ്, പുതിയ പുതിയ ഡിസൈൻസിൻ്റെ പേരെന്താണെന്നുള്ളത് ആദ്യം പഠിക്കുക. അതൊക്കെ ഇഷ്ടം പോലെ ഇൻസ്റ്റാ പേജ്, FB പേജിലൊക്കെ നമുക്ക് പുതിയ പുതിയ ബൊട്ടീക്സിൻ്റെ ഒക്കെ അതൊക്കെ ഒരു ഡിസൈനർ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. പുതിയ പുതിയ ടോപ്സ് അതൊക്കെ കാണുമ്പോൾ ഫോട്ടോ എടുത്ത് വെക്കുക, അതിൻ്റെ ഡിസൈൻ എന്താണെന്ന് നോക്കുക. ഇപ്പോൾ ഷോപ്പിൽ പോകുമ്പോഴായാലും എവിടെയെങ്കിലും ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോഴായാലും ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ ഫോൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫുൾ, ഇപ്പോൾ FB നോക്കുകയാണെങ്കിൽ, ഇൻസ്റ്റ തുറക്കുകയാണെങ്കിൽ ഫുൾ ബൊട്ടീക്സിൻ്റെയും അങ്ങനെയുള്ള ഡിസൈൻസിൻ്റെയും ഒക്കെ കാര്യങ്ങളാണ് എൻ്റെ ഫോണിലുണ്ടാവുക. അപ്പോൾ നമ്മൾ ഡിസൈനിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും അങ്ങനത്തെ, ഇപ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോയി, ഞാനിങ്ങനെ ഷോപ്പിംഗ് മോളിലൊക്കെ നടക്കുമ്പോൾ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ പുതിയ പുതിയ ഡിസൈൻസ് അവർ ഡിസ്പ്ലേക്ക് ഇട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് ഇതിൻ്റെ കട്ടിങ് എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെയാണ് എൻ്റെ ചിന്ത പോവുക. അങ്ങനെ പുതിയ ട്രെൻഡ് എന്താണ് അങ്ങനെ നോക്കുക, കുറേ പേജസ് ഫോളോ ചെയ്യുക. അപ്പോഴൊക്കെയാണ് നമുക്ക് പുതിയ പുതിയ ടോപ്സും അതൊക്കെ നമ്മുടെ കണ്ണിൽ പെടുകയുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഡിസൈൻ അതിങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നുള്ള തോട്ടൊക്കെ നമുക്ക് വരുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ നാലാമത്തെ പോയിന്റ് എന്താണെന്ന് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തിരഞ്ഞെടുത്തു, സ്റ്റിച്ച് ചെയ്യാനുള്ള ഡിസൈൻ ട്രെൻഡ് അതെല്ലാം നോക്കി വെച്ചു. ഇനി നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ഫിനിഷിംഗ് ആണ് നമ്മൾ നാലാമത്തെ പോയിന്റ്. ഫിനിഷിംഗ് നല്ല രീതിയിലായിരിക്കണം. ഇപ്പോൾ ബിഗിനർ ആകുമ്പോൾ ഫിനിഷിങ്ങിൻ്റെ കാര്യം ഒട്ടും ശ്രദ്ധിച്ചു എന്ന് വരില്ല. കാരണം ഇപ്പോൾ അവർ തന്ന അളവ് കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കണം എന്നുള്ളത് മാത്രമായിരിക്കും നമ്മുടെ ശ്രദ്ധ. ഈ ഒരു ഫിനിഷിങ്ങിൻ്റെ കാര്യമൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ ഫിനിഷിംഗ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഇപ്പോൾ നെക്കിൻ്റെ അവിടെയൊക്കെ നമ്മളൊരു 1/4 ഇഞ്ച് വിട്ടിട്ടായിരിക്കും മടക്കി അടിക്കുക. അപ്പോൾ അതിങ്ങനെ സ്ട്രെയിറ്റ് ലൈന് ചിലപ്പോൾ വളഞ്ഞും പൊളഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ കാണുന്ന ഭാഗം നെക്കിൻ്റെ ഈ സൈഡ്, സ്ലീവിൻ്റെ ഈ സൈഡൊക്കെ ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ആദ്യമേ. ഇപ്പോൾ നമ്മൾ ചെറുതിലെ കുട്ടികൾക്ക് എഴുതാൻ വേണ്ടി സ്ട്രെയിറ്റ് ലൈന്, സ്ലാൻഡിങ് ലൈന്, കർവ് ആയിട്ടുള്ള ലൈൻ അങ്ങനെയൊക്കെ അവർ എഴുതി പഠിക്കുന്നില്ലേ? അതുപോലെ തന്നെ നമ്മൾ മെഷീനിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതും കർവ് ആയിട്ടുള്ളതും അങ്ങനെയൊക്കെ നമ്മൾ വെറുതെ ഒരു പ്ലെയിൻ തുണിയിൽ ഇങ്ങനെ സർക്കിൾ വരച്ച് വരച്ച് അതിലിങ്ങനെ തയ്ച്ച് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് സ്റ്റിച്ചിങ് അറിയാമെന്നുണ്ടെങ്കിലും പെർഫെക്ഷൻ ചിലപ്പോൾ പലരും ശ്രദ്ധിച്ചു എന്ന് വരില്ല. അതുപോലെ തന്നെ ടോപ്പിൻ്റെ ഉള്ളിലൊക്കെ സ്ലീവിൻ്റെ സൈഡൊക്കെ നമ്മൾ ലോക്ക് ചെയ്ത് തയ്ക്കുക. ഇപ്പോൾ ഒരു സ്റ്റിച്ചിങ് കൊടുത്ത് നമ്മളൊരു 1-2 സ്റ്റിച്ചിങ് ഒക്കെ കൂടെ ഇട്ടേക്കുക. അതൊക്കെ ഒരുവിധം എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ലോക്ക് ചെയ്യുന്ന കാര്യമൊന്നും പലരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ സാധാ ടേബിൾ ടോപ്പ് മെഷീനിൽ തന്നെ ലോക്കിംഗ് ചെയ്യാനുള്ള പ്രൊവിഷനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം ചെയ്തു കൊടുക്കുക. എല്ലാ എഡ്ജിലും ഇപ്പോൾ സ്ലീവിൻ്റെ അവിടെ ആയാലും നമ്മൾ ആം ഹോളിൻ്റെ അവിടെയൊക്കെ ഒരു സ്റ്റിച്ചിങ് ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ അവിടെയും ലോക്ക് ചെയ്ത് തയ്ക്കുക. കാരണം പെട്ടെന്ന് ഇവിടെയൊക്കെ വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും കുർത്തിക്കൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ആം ഹോളിൻ്റെ അവിടെ അറ്റാച്ച് ചെയ്യുന്നിടത്തൊക്കെ പെട്ടെന്ന് കീറൽ വരുമല്ലോ കൈയിൻ്റെ അടിയിലൊക്കെ. അപ്പോൾ അവിടെയൊക്കെ 2 സ്റ്റിച്ചിങ് ഇടുക, അതുപോലെ ലോക്ക് ചെയ്ത് തയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതിനെന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ റഫായി തയ്ക്കുമ്പോൾ തന്നെ ഫിനിഷിങ്ങിൽ തയ്ച്ച് പഠിക്കും. നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഫ്രോക്ക് തയ്ക്കുമ്പോൾ തന്നെ ക്ലീൻ ആയിട്ട്, അതായത് വേറൊരാൾക്ക് കൊടുക്കേണ്ട രീതിയിൽ തന്നെ നമ്മൾ തയ്ച്ച് പഠിക്കുക. ഇപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ ചിലപ്പോൾ ലൈനിങ്ങിൻ്റെ അടിയിൽ, ഞാനൊക്കെ ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് കേട്ടോ, ഫ്രോക്കിൻ്റെ ലൈനിങ്ങിൻ്റെ അടിയിലൊന്നും ചിലപ്പോൾ മടക്കി തയ്ക്കില്ല. സമയം ഉണ്ടാവില്ല. ഇത് ആർക്കെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആക്കി
ആക്കി ചെയ്താൽ പോരെ, നമ്മുടെ ആവശ്യത്തിനല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ സിബ് വെക്കുന്നതും ലൈനിങ് മടക്കി അടിക്കുന്നതൊക്കെ നമ്മളങ്ങ് വിട്ടേക്കും. അപ്പം അങ്ങനെയല്ല, ആദ്യമേ തന്നെ നമ്മളൊരു റഫായിട്ടൊരു ഫ്രോക്കാണ് തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും അത് ഫിനിഷിങ്ങിൽ നമുക്ക് റെഡിമെയ്ഡ് ഫ്രോക്ക് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, അതിൻ്റെ എല്ലാ സിബിൻ്റെ സൈഡായാലും അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാം ലോക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതേ ഒരു പെർഫെക്ഷനിൽ തന്നെ നമ്മൾ റഫായിട്ടുള്ള ഫ്രോക്ക് തയ്ക്കുമ്പോൾ പോലും, നമ്മൾ തയ്ച്ച് പഠിക്കുന്ന ഫ്രോക്ക് ആണെങ്കിൽ പോലും നമ്മൾ ഫിനിഷിങ്ങിൽ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മൾ വേറൊരാൾക്ക് തയ്ച്ചു കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ച് പഠിച്ച് പ്രാക്ടീസ് ആയിട്ട് ഇരിക്കണം. അതാണ് 4ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്, ഫിനിഷിങ്ങിൽ തയ്ച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് കേട്ടോ. ഇനി 5ാമത്തെ പോയിന്റ് ആയിട്ട് ഞാൻ പറയുന്നത് കംഫർട്ടായി തയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കംഫർട്ടായി തയ്ക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ അടുത്തൊരു കസ്റ്റമർ വന്നിട്ട് ചിലപ്പോൾ ഫോട്ടോസ് കാണിച്ചു തരും. ഇപ്പം മെയിനായിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യം അതാണ്, ഫോട്ടോസ് അയച്ചു തന്നിട്ട് ഇതേപോലെ വേണം എനിക്ക് ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരാളുടെ ഡിസൈൻ തന്നിട്ട് പറയും ഇതേപോലെ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തരണം. അപ്പോൾ എന്താ പ്രശ്നമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു ഡിസൈനർ ആവണമെങ്കിൽ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് പല കളറിൽ പല വണ്ണത്തിൽ, എല്ലാവർക്കും ഒരേ വണ്ണമായിരിക്കില്ല. ചിലർക്ക് ചെസ്റ്റ് ആയിരിക്കും കൂടുതൽ, ചിലർക്ക് വയറായിരിക്കും കൂടുതൽ, ചിലർക്ക് ഹിപ്പായിരിക്കും കൂടുതൽ. അങ്ങനെയുള്ള അളവുകളൊക്കെ നമുക്ക് വ്യത്യാസം വരും. അപ്പോൾ എല്ലാ ഡിസൈനും എല്ലാവർക്കും സൂട്ട് ആവണമെന്നില്ല. ഇപ്പം നല്ല വണ്ണമുള്ളവർക്ക് സൂട്ട് ആവാത്ത ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി വെക്കുക ആദ്യമേ. ഇപ്പം നമ്മൾ ഓരോ ഡിസൈൻ കാണുമ്പോൾ ഓരോരുത്തർക്ക് ഇത് മാച്ച് ആവുന്നുണ്ടോ, ചില ഡ്രസ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും സൂപ്പറാണ്, ആ ബോഡിക്ക് നന്നായി ചേരുന്നുണ്ട് ഈ ഡ്രസ്സ് എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പം അങ്ങനെയുള്ള ഡിസൈനൊക്കെ നമ്മൾ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ടാവണം. അപ്പം നമ്മുടെ അടുത്തൊരു കസ്റ്റമർ വരുമ്പോൾ ഈ ഡ്രസ്സ് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയണം. ഒരു ഫോട്ടോ കാണിച്ചാൽ അയ്യേ ഇത് നിനക്ക് പറ്റില്ല, അങ്ങനെയല്ല പറയേണ്ടത്, അങ്ങനെ പറയാനല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ അവരെ കംഫർട്ടാക്കി എടുക്കണം, നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പം നിങ്ങളുടെ ഈ നിറത്തിന് ഈ ഒരു കളറല്ല, ഈ ഒരു കളറാണെങ്കിൽ കുറച്ചും കൂടെ ചെയ്യണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞ ആ ഡിസൈന് ഇപ്പം അവർക്ക് സൂട്ടാണ്, പക്ഷെ നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ലൊരു ഡിസൈൻ ഇതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അങ്ങനെ പറഞ്ഞു കൊടുത്ത് അവരെ നമ്മൾ കംഫർട്ടാക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യമൊക്കെ തീരുമാനിക്കാനായിട്ട്. ഇപ്പം അങ്ങനെയല്ല, അവർ പറഞ്ഞ അതേ ഡ്രസ്സ് നമ്മൾ ചെയ്തു കൊടുത്തു. അപ്പോൾ അതിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ആ ഫോട്ടോയിൽ കണ്ട ലുക്കായിരിക്കില്ല അവരിട്ട് കഴിയുമ്പോൾ ഉണ്ടാവുക. അപ്പം അയ്യേ ഇതെന്തെന്നാണെന്ന് അവർക്ക് തന്നെ തോന്നും. അപ്പോൾ അവർ തന്നെ പറയും, ഇപ്പം നമ്മൾ ഇൻ കേസ് അത് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ശരിയാവില്ല എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തോന്നും അയാൾ പറഞ്ഞത് ശരിയായിരുന്നു, അപ്പോൾ നമ്മളൊരു നല്ല ഡിസൈനർ ആണെന്നുള്ള ചിന്ത അവർക്കും വരും. അപ്പോൾ ആദ്യമേ ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ കാണിച്ച് ഇപ്പോൾ കംഫർട്ട് ആണെങ്കിൽ നമ്മൾ ഓക്കെ, അവർക്കത് സൂട്ട് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിഷയവുമില്ല, കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കാം, നല്ല അപ്രിസിയേഷൻ തന്നെ നമുക്ക് കിട്ടും. അതല്ല അവർക്ക് ചേരാത്തൊരു ഡിസൈനാണ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ആദ്യം ഒന്ന് കംഫർട്ടാക്കി നിർത്തുക. എന്നിട്ട് നമ്മൾ നല്ലൊരു ഡിസൈൻ പറഞ്ഞു കൊടുത്ത് അതേപോലെ ചെയ്യുവാണെങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് ആവും, ചെയ്തു കൊടുത്താൽ നമ്മളും സാറ്റിസ്ഫൈഡ് ആവും. അപ്പോൾ കംഫർട്ട് ആയിട്ടുള്ള ഡിസൈൻ തന്നെ നമ്മുടെ കസ്റ്റമർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു. ഇനി ഒരാൾക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള പ്രാപ്തി നമുക്ക് ആയി, നമ്മൾ ആ ഒരു ലെവലിൽ എത്തി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്തു കൊടുക്കാം. അങ്ങനെയുള്ള ഒരു ലെവൽ വരുമ്പോഴാണ് 6ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് നമ്മുടെ ഫീ നമ്മൾ തന്നെ ആദ്യമേ ഫിക്സ് ചെയ്ത് വെക്കുക. പലരും ചെയ്യുന്ന മണ്ടത്തരാണ്, നമ്മളിപ്പോൾ ആദ്യമേ ഒരാൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തൊക്കെ പഠിച്ചു, നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പഠിച്ചു. അപ്പോൾ ഒരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ ആദ്യമായിട്ട് ചെയ്തു കൊടുക്കല്ലേ, എനിക്കിപ്പോൾ അധികം പൈസയൊന്നും വേണമെന്നില്ല. അപ്പോൾ നമ്മൾ ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട്, ഫേസ്ബുക്ക് പേജിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ സ്റ്റിച്ചിങ് ചാർജൊക്കെ ചോദിക്കുമ്പോൾ 100 രൂപ 150 രൂപ അങ്ങനെ വളരെ കുറഞ്ഞ റേറ്റിൽ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. കാരണം നമ്മൾ ഇപ്പോഴത്തെ അല്ല ചിന്തിക്കേണ്ടത്, നമ്മുടെ ഫ്യൂച്ചർ എപ്പോഴും നമ്മുടെ ഫ്യൂച്ചറാണ് നമ്മൾ കാണേണ്ടത്. അപ്പം നമ്മൾ ഒരു കുർത്തിക്ക് നമ്മൾ എത്രയാണ് പൊതുവേ നമ്മുടെ ആ ഏരിയയിൽ എത്രയാണ് റേറ്റ്, അതിനേക്കാൾ ഒരു 10-20 രൂപ കുറച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമ്മൾ സ്റ്റാർട്ടിങ് അല്ലേ. അതല്ലാതെ ഇപ്പോൾ ഒരു കുർത്തി 100 രൂപയ്ക്ക് 150 രൂപയ്ക്കൊക്കെ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഹാർഡ് വർക്കിനെ ഒട്ടും വിലയില്ലാതെ ആയിട്ട് കാണുക എന്നാണ് ഞാൻ പറയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ നമ്മുടെ റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവണം. ഇപ്പം ഞാനൊരു കുർത്തി തയ്ക്കുകയാണെങ്കിൽ എനിക്ക് ഇത്രയാണ് ആവശ്യം, അത് നമ്മൾ ആദ്യമേ ഫിക്സ് ചെയ്യുക. ഇപ്പോൾ സ്റ്റാർട്ടിങ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ഒത്തിരി എക്സ്പേർട്ട് ആണെങ്കിലും ആ സമയത്ത് നമ്മൾ എത്ര കൊടുക്കും. പെട്ടെന്ന് നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഏരിയയിൽ ഇപ്പോൾ 100 രൂപ പറഞ്ഞു എന്നുണ്ടെങ്കിൽ
അപ്പോൾ ആദ്യം നമുക്കൊരാൾ 100 രൂപയ്ക്ക് തന്നു. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് എക്സ്പേർട്ടായി. അപ്പോൾ തന്നെ നമുക്ക് റേറ്റ് കൂട്ടാൻ പറ്റുമോ? ഇല്ല, അവർ പറയും നിങ്ങൾ ഈ റേറ്റിനാണല്ലോ തന്നത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് തയ്ക്കാൻ വന്നത്, അങ്ങനെ പറയുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് റേറ്റ് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ആ ലെവലിൽ നമ്മൾ കുറേ നാളിരുന്നാലാണ് നമുക്ക് പിന്നെ റേറ്റ് കൂട്ടി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ പൊതുവേ നിങ്ങളുടെ ഏരിയയിലൊക്കെ എത്രയാണ് റേറ്റ് നോക്കിയിട്ട് അതിനേക്കാൾ ഒരു 10ഓ 20ഓ കുറച്ച് വാങ്ങിക്കാം, ഓക്കെ. പിന്നെ നമ്മൾ പ്രാക്ടീസ് ആവണതിൻ്റെ പോലെ തന്നെ ആ റേറ്റിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അല്ലാതെ ഒത്തിരി ലോ പ്രൈസ് ആക്കി ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിൽ റിട്ടേൺ ചെയ്യാന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നല്ല രീതിക്കൊക്കെയാണ് ചെയ്തത്, നമ്മൾ നല്ല മെറ്റീരിയലാണ്, നല്ല സ്റ്റിച്ചിങ് ആണ്, നല്ല ഫിനിഷിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ കറക്റ്റ് ഡേറ്റിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ തീർന്നില്ലേ. ഇപ്പം നമ്മൾ പല സ്റ്റിച്ചിങ് ഷോപ്പിൽ നമുക്ക് കൊടുക്കാൻ തന്നെ മടി എന്ന് പറയുന്നത് അവർ ലേറ്റ് ആക്കും എന്നുള്ളതാണ്. എല്ലാ ടൈലേഴ്സിൻ്റെയും ഒരു എന്താ പറയുക, ഒരു മൈനസ് പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. ഇപ്പം അത് ഈ ഡേറ്റിനാണല്ലോ, പിന്നെ ചെയ്യാം എന്ന് വെച്ച് തലേ ദിവസമായിരിക്കും നമ്മൾ അതെടുത്ത് വെപ്രാളപ്പെടുന്നത്. അപ്പം എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിടന്നു. അപ്പോൾ അവരോട് നമ്മൾ പറയും അയ്യോ നാളെ തരാട്ടോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്കായാലും അങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ ഒരു ഓർഡർ ചെയ്തു, ഒരു ഡ്രസ്സ് നമ്മൾ ഓർഡർ ചെയ്തു, അത് നമ്മൾ കറക്റ്റ് ഡേറ്റിന് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം വരില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ കസ്റ്റമേഴ്സ്. ഇപ്പോൾ നമ്മൾ അവർ പറഞ്ഞ ഡേറ്റിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളോടുള്ള എല്ലാ ഇംപ്രഷനും പോയി കിട്ടും. അപ്പോൾ അത് ചെയ്യരുത്. പറഞ്ഞ ഡേറ്റിന് ഒരു ദിവസം മുന്നേ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ ആ കേൾക്കുന്നവർക്ക് ഒരു സന്തോഷമാണ്. അപ്പോൾ നല്ല ഡ്രസ്സുമാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെയാണ് കിട്ടുക. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു ഡിസൈനർ ആകാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് സെയിലിൻ്റെ കാര്യങ്ങളൊക്കെ അത് പിന്നത്തെ കാര്യമാണ്. നമ്മളൊരു നല്ല ഡിസൈനർ ആവുക എന്നുള്ളതാണ് നമുക്ക് ആദ്യത്തെ. സ്റ്റാർട്ടിങ്ങിൽ സ്ട്രഗിൾ ഉണ്ടാവും. നമ്മൾ വിചാരിച്ച പോലെ തന്നെ പ്രോഫിറ്റും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പം നമ്മൾ പഠിക്കുകയാണല്ലോ. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് ഇറങ്ങി നമ്മളതൊരു ബിസിനസ് ആക്കുമ്പോൾ ആദ്യം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ലോസ് വരെ ഉണ്ടാവാം, നഷ്ടക്കച്ചവടം ഉണ്ടാവാം. പക്ഷെ അതുകൊണ്ട് നമ്മൾ നിർത്തരുത്. ചിലർ നമ്മൾ വാങ്ങിച്ചു വെച്ച ഡ്രസ്സ് അതെ തുണികളൊക്കെ ഇരുന്ന് നമുക്ക് ലോസ് ആയിട്ടുണ്ടെങ്കിൽ വിചാരിക്കുമോ ഇതെനിക്ക് പറ്റിയ പണിയല്ല, ഞാൻ ഇട്ടേച്ച് പോവാം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ലോസ് നമുക്ക് ഉണ്ടാവാം. പക്ഷെ അവിടെ നിന്ന് നമ്മൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്യണം. അതിൽ വന്ന പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അത് നികത്താൻ വേണ്ടി പിന്നെ നോക്കണം. അപ്പോൾ പിന്നീടുള്ള നമ്മുടെ പഠനങ്ങളൊക്കെ അതിനെക്കുറിച്ചായിരിക്കണം. അപ്പം അങ്ങനെ ഓരോന്ന് പഠിച്ച് തന്നെയാണ് നമ്മൾ സക്സസ്സിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ബിഗിനേഴ്സിന് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.